എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെയുള്ള ഒരു മറുപടിയാണ് ഞാനിത്. ഇത് ഒരാളോ രണ്ടുപേരോ ചോദിക്കുന്നത് പോലെ തന്നെ മറ്റു പലർക്കുമുള്ള പല കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് മുമ്പിൽ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴുള്ള പ്രയാസങ്ങളാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രായമാവും, വയസ്സാകും, അതൊക്കെ ഒരു അവസ്ഥയാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് നമുക്ക് എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വാർദ്ധക്യം എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളത്. പലരും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ ഞാൻ എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ, പക്ഷെ പലരും പലരുടെയും കൂടെ താമസിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മളെല്ലാവരും ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. മക്കളുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരോടൊപ്പം നമ്മൾ താമസിക്കും, ചിലപ്പോൾ നമ്മളോടൊപ്പം അവർ വന്ന് താമസിക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അവരോടൊപ്പം താമസിക്കുമ്പോൾ അതെങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നോക്കേണ്ടത്. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. നമ്മുടെ മക്കളായിരിക്കും, പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരും. പക്ഷെ നമ്മള് നമ്മുടെ മക്കളെ നല്ലതായിട്ട് വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ ഒരു ചിട്ടയായ ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ വീണ്ടും നമ്മൾ അവരൊരു ഫാമിലി ആകുമ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നില്ലായിരിക്കുക. അതാണ് എല്ലായിടവും വരുന്ന പ്രശ്നം. ഞാൻ ഓരോരുത്തരുടെ കഥ കേട്ടതിലും എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പൊ മക്കള് എവിടെയെങ്കിലുമൊക്കെ പോവും, അല്ലെങ്കിൽ മരുമക്കളുമായിട്ട് പുറത്തു പോകാറുണ്ട്. അപ്പൊ അവര് ഹോട്ടലിൽ കയറും, അവര് ഫുഡ് കഴിക്കും. അപ്പൊ അവരുടേതായ പ്രൈവറ്റ് പല കാര്യങ്ങളും അവർ ചെയ്യും. പക്ഷെ ചില പേരൻസിന് അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്താ, നമ്മൾ വളർന്ന സാഹചര്യം അല്ല നമ്മുടെ മക്കൾ വളരുന്നത്. അവര് അവരുടേതായ രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പം നമുക്കതൊരു അസ്വസ്ഥതയാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മൾ ചോദിക്കുമോ, എന്തിനാ പൈസ ആവശ്യമില്ലാതെ ചെലവാക്കുന്നത്, വീട്ടിൽ ഫുഡില്ലേ, അത് കഴിച്ചുകൂടെ? അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കുക. അവരുടെ പൈസ കൊണ്ട് അവർക്ക് സന്തോഷകരമായി അവരെങ്ങനെ ജീവിക്കാം അതിലേക്ക് വിടുക. അല്ല നമ്മൾ അതിനകത്ത് കടന്നുകൂടാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മളുമായിട്ട് ഒരു അകൽച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഉള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ചെറുമക്കളുടെ കാര്യം നമ്മളിപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത്, മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ജോലിയുള്ളവരായിരിക്കും. അവർ പേരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതൊരു വല്ലാത്ത കഷ്ടമാണ്. എന്ന് വെച്ചാല് വേറെ ഒന്നുമല്ല, നമ്മൾ അവരെ വളർത്തണ്ടെന്ന് പറയുകയല്ല. എനിക്ക് അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വയസ്സാം കാലത്ത് അവര് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവര് വീട്ടിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും പിന്നെ കൊച്ചുമക്കളെ നോക്കേണ്ട ഒരു ജോലി കൊടുക്കുക. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ മാക്സിമം നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വളർത്താൻ നോക്കണം. സത്യത്തിലൊരു കാര്യമാണ്. പക്ഷെ പലർക്കും പറ്റത്തില്ല, ജോലിയുണ്ട്. പക്ഷെ പേരൻസിന്റെ കൂടെ നിൽക്കുമ്പോഴും നമുക്ക് കൂടുതൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയതുപോലെ അവരെ വളർത്താൻ നമുക്ക് അവകാശമില്ല. അവരെ ശാസിക്കാനും പറ്റുന്നില്ല. പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർക്കൊരു മാതൃകയാവുക. ചില ചെറുമക്കളോട് നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. പലരോടും പല കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് എങ്ങനെയാണോ ജീവിച്ച ആ ചിട്ടയും ആ അനുസരണയും കൂടെ നമ്മൾ മക്കളോട് വെക്കാം. പക്ഷെ ചെറുമക്കളോട് വെക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതും ആ കുടുംബത്തിലൊരു പ്രശ്നമാകും. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മെയിൻ കാര്യം, കുറച്ച് അവരൊക്കെ ഒരു മാതൃകയാകുക. ഇപ്പൊ ചെറുമക്കൾക്കായാലും എന്റെ അപ്പൂപ്പനാണ് അല്ലെങ്കിൽ അമ്മുമ്മയാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു മാതൃകയായി നിൽക്കുക. അല്ലാതെ അവരെ നമുക്ക് കൂടുതൽ ഭരിക്കാനായിട്ട് പോകാതിരിക്കുക. കാരണം അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ചെയ്യുന്നത്. മക്കൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം ചെറുമക്കളെ ശാസിക്കുന്നത് അവർക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. അത് നമുക്കൊരു പ്രയാസമായിട്ട് വരും. അപ്പൊ അവരുടെ കാര്യത്തിൽ അധികം നമ്മൾ ഇടപെടാതിരിക്കുകയാണെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിതം കൊണ്ടുപോകാം. അതിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത് ഒരു കൂട്ടായ്മ. നമുക്ക് നമ്മുടേതായ പ്രായത്തിലുള്ള പല ആൾക്കാർ കാണുമല്ലോ. ഇപ്പൊ പലരും നമ്മുടെ ഏജിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ മീഡിയ ഉണ്ട്, മൊബൈലുണ്ട്, പല രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരാണ് എല്ലാവരും. അവർക്ക് ഇതെല്ലാം ഉപയോഗിക്കാനും അറിയാം. അപ്പൊ അതുവഴി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാം. നമ്മുടെ ആയിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ, നമ്മളെ പോലുള്ള ആൾക്കാരുമായിട്ട് ഒരു കൂട്ടായ്മയിൽ വരിക. അങ്ങനെ ഒരു സംഘടന പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അവരുമായിട്ട് നമുക്ക് ചെറിയ ചെറിയ തീർത്ഥയാത്രയ്ക്ക് പോകാം, അമ്പലങ്ങളിൽ പോകാം.
നമ്മളിതിപ്പോ കൂടുതലായിട്ട് അവരുമായിട്ടുള്ള പ്രശ്നം വീട്ടിലുള്ളവരുമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എങ്ങോട്ട് പുറത്തു പോലും അവർ വിടത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനല്ല, അവരിനി ജീവിക്കട്ടെ, അവര് സന്തോഷകരമായിട്ട് ജീവിക്കട്ടെ, നമ്മുടെ ജീവിതമൊക്കെ കുറച്ച് കഴിഞ്ഞില്ലേ. അപ്പം നമ്മൾ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ നമുക്ക് സന്തോഷകരമായിട്ട് പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ നമുക്ക് അതിനെല്ലാം ആവശ്യം മെയിനായിട്ടുള്ളത് പണം തന്നെയാണ്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നല്ല കാലത്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതുക. അത് അത്യാവശ്യമാണ്. നമ്മളെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറയത്തില്ല. അവർക്ക് വേണ്ടിയുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് എന്തുണ്ടായാലും അത് നമ്മുടെ മക്കൾക്കാണ്. പക്ഷെ എന്തെങ്കിലും കുറച്ച് നമുക്ക് ആവശ്യത്തിന് നമുക്ക് സമ്പാദിച്ച് വെക്കണം. എത്ര, അത് ഒരുപാടൊന്നും അല്ലെങ്കിലും. കാരണം നമ്മൾ ആശ്രയിക്കും തോറുമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാനോ ഒക്കെ നമ്മളെല്ലാത്തിനും നമുക്ക് മക്കളുടെ അടുത്തോട്ട് ചോദിക്കേണ്ടി വരത്തില്ല. ചിലർക്ക് പൈസ കാണും, അവര് റിട്ടയർമെന്റ് ആയി, അവർക്ക് പെൻഷൻ കിട്ടും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ട്. പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ ജോലി ഇല്ലാത്ത പേരൻസും ഉണ്ട്. അവർക്ക് എപ്പോഴും മക്കളെ ആശ്രയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ജോലി ചെയ്യുന്ന സമയത്ത് ഒരംശം അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായാലും നമുക്കൊരു ഭാഗം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴും നമുക്ക് ഇവർക്ക് നോക്കുന്നതിലും ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യാം. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് മക്കളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരവരുടെ നിശ്ചിതമായ വരുമാനത്തിൽ അവരുടെ മക്കളെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ ട്യൂഷന് വിടണം, അവരുടെ കാര്യങ്ങൾ നോക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധ നമ്മളിലേക്ക് കുറയും. അത് നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാകാതിരിക്കണമെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. പലർക്കും വിഷമമാണ്. ജോലി റിട്ടയർമെന്റ് ആയി പെൻഷൻ വാങ്ങിക്കുന്നവർ പോലും എന്നോട് സംസാരിക്കാറുണ്ട്. അവരെ ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയാണ്. ചിലപ്പം നമ്മൾ രണ്ടുപേരും കാണും, ചിലപ്പം പാതി വഴിയിൽ ഒരാൾ പോവും. ആ ഒരു സമയത്തും നമുക്ക് ആ ഒറ്റപ്പെടൽ അറിയാതിരിക്കാൻ, അതിനെ തരണം ചെയ്യാൻ നമുക്കൊരു കൂട്ടായ്മ വളരെ നല്ലതാണ്. നമ്മളെ പോലുള്ളവർ പലരും ഉണ്ട്, നമ്മളെ പോലുള്ള ആൾക്കാർ. അവരുമായിട്ടൊക്കെ നമ്മൾ സഹകരിച്ച് ആ സന്തോഷത്തിൽ പങ്കുചേരുക. അല്ലാതെ നമ്മൾ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതെ. പക്ഷെ അവർക്കൊരു മാതൃകയാവണം. എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മുമ്മയാണ്, എൻ്റെ അപ്പൂപ്പനാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മാതൃകയായിരിക്കണം. അന്നല്ലാതെ അവർ കൂടുതൽ നമ്മുടെ മക്കളെ വളർത്തിയതുപോലെ ഒരിക്കലും നമുക്ക് നമ്മുടെ ചെറുമക്കളെ വളർത്താൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു നമ്മുടെ വാർദ്ധക്യം നമുക്ക് സന്തോഷകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഒന്നുമില്ല, നമുക്കൊരു കിടക്കാടം ഉണ്ടെങ്കിൽ, നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കിപ്പോ മക്കൾ തന്നില്ലെങ്കിലും ജീവിക്കാനുള്ളൊരു വ്യവസ്ഥ ഇപ്പൊ ഗവൺമെന്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ പുറത്തെ ആൾക്കാര്, മക്കളൊക്കെ പുറത്താണ്, അവർക്ക് നമുക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, വസ്തുവൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ വസ്തുക്കളൊന്നും ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല. നമുക്ക് വരുമാനം തന്നെ വേണം, പൈസ തന്നെ വേണം. അപ്പൊ അവരൊന്നും നമ്മളെ നോക്കിയില്ലെങ്കിൽ പോലും നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് ബാങ്കിന് കൊടുക്കാൻ പറ്റും. ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്ക് നമുക്ക് വേണ്ടി എല്ലാ മാസവും നിശ്ചിതമായ ഒരു തുക നമുക്ക് തരും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ചെറിയ യാത്രകളൊക്കെ ചെയ്യാം, നമുക്ക് അസുഖങ്ങൾ വന്നാൽ മരുന്ന് വാങ്ങിക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. എത്ര കാലം വരെ, നമ്മൾ ജീവിത അവസാനം വരെയും ആ എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്ഥലത്തിന്റെ ഇതൊക്കെ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അത് നമ്മളില്ലാതാവുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു നോമിനി വെക്കുമല്ലോ. ആ നോമിനിക്ക് പിന്നെ തിരിച്ചു വന്ന് അവർക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷെയർ വസ്തു വേണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ബാങ്കിന് നമ്മൾ വാങ്ങിയ എല്ലാ എമൗണ്ടും അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതല്ല അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ വീട് ബാങ്കിനായിരിക്കും. പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ്. നമ്മൾ വീട് കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് കാര്യം എന്തുവാ? നമ്മളെല്ലാത്തിനും യാചിക്കണ്ടേ? മക്കൾ പുറത്തൊക്കെ ആണെങ്കിൽ അവർ കൊടുത്തില്ലെങ്കിൽ നമുക്കും ജീവിക്കണ്ടേ? എല്ലാവർക്കും ജീവിക്കണമല്ലോ. അത് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. അപ്പൊ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പലരും വളരെ സങ്കടകരമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് ഒറ്റപ്പെടലാണ്, ഞാൻ മക്കളുടെ കൂടെ നിൽക്കുന്നവരാണ് കൂടുതലും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് യാത്ര പോകാനും ഒക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മക്കളുടെ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം. ഇപ്പൊ മക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ, അല്ല നോക്കിയില്ലെങ്കിൽ തന്നെയും ഒരു ഹോം നേഴ്സിനെ നിർത്തണമെങ്കിലും നമുക്ക് പൈസ വേണം. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തുക നമ്മൾ കണ്ടെത്തണം. അതാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത്. പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുകളും കാണും. അതൊരു സത്യാവസ്ഥയാണ്.
അപ്പം അത് നമുക്ക് ഈ കൂടുതൽ ടെൻഷനൊന്നും വരാതിരിക്കാൻ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ മാറ്റാനും നമുക്ക് ചെറിയ ചെറിയ മെഡിറ്റേഷനുകൾ, നമുക്ക് മെഡിറ്റേഷനോ യോഗയൊക്കെ പഠിക്കുന്നതിന് ഇപ്പൊ എവിടെയും പോയി ഫീസ് ഒന്നും കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യമില്ല. സകലതിൽ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ നമുക്ക് നമ്മുടെ പ്രായത്തിന്റെ ആധിക്യം അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ യോഗാസനങ്ങളും മെഡിറ്റേഷനുകളും, നമ്മൾ വെറുതെ കണ്ണടച്ച് ഇങ്ങനെ പിരുവമധ്യത്തിലേക്ക് നോക്കി ഇരുന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വഴി മനസ്സിനെ സന്തോഷകരമാക്കാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യം ഇടപെടാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരോടൊപ്പം തന്നെ സന്തോഷത്തിൽ ജീവിക്കാം. എല്ലാ മക്കളിൽ നിന്നും ഇങ്ങനെയൊക്കെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളവരും ഉണ്ട്. എന്നോട് പറഞ്ഞ കുറെ ആൾക്കാർക്കുള്ള മറുപടിയാണ് അത്. ചുറ്റും കേൾക്കുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ എഫക്ട് ചെയ്യും. എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഭാവിയിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാർദ്ധക്യം സന്തോഷകരമാക്കാം. പല ആൾക്കാർ ചോദിച്ചതിന്റെ ഒരു മറുപടിയാണ്. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങളും മെഡിറ്റേഷനുകളും ഒക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു രോഗാവസ്ഥയിലേക്ക് പോകത്തുമില്ല. നമ്മുടെ വാർദ്ധക്യം സന്തോഷകരമാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ, ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഒരുപാട് ആൾക്കാർക്ക് ഇത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ലൈക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ചേരുക. നന്ദി.